ആരാണ് സുന്നി? ആരാ സുന്നിയാവുക? ആരാ മിമ്പറിൽ ഖുതുബക്ക് കയറാൻ അർഹൻ? അതൊന്ന് കേട്ടോളൂ ആദ്യം, നല്ല ബാക്കി മനസ്സിലാവുള്ളൂ. ഇതാ, കേരളത്തിലെ മുസ്ലിംകളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ, താഴെ പറയുന്ന കാര്യങ്ങളെ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖത്തീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. സമസ്തയുടെ മണ്ണാർക്കാട് പ്രമേയ, അത് വളരെ പ്രശസ്തമായ പ്രമേയം, പഴയ കാലത്തെ ബുക്ക. അതിൽ ആ പ്രമേയത്തിൽ സുന്നിയാകാൻ ആർക്കാ അർഹൻ? ആരെ ഖത്തീബാക്കാൻ പറ്റൂ? കേട്ടോളൂ. ഖാദിരിയ, ഷാദുലിയ, റിഫാഇയ മുതലായ ശരിയായ ത്വരീഖത്തുകളിലെ ശരിയായ ശൈഖന്മാരുടെ കൈ തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്നും നടപ്പുള്ള റാത്തീബും ത്വരീഖത്തിലെ ദിക്റുകൾ ചൊല്ലലും ദലായിലുൽ ഖൈറാത്ത്, ഹിസ്ബുൻ നബവി, അസ്മാഉൻ നബി, അസ്മാഉൽ ബദ്രിയീൻ, ഹിസ്ബുൽ ബഹർ മുതലായ വിർദുകളെ ചട്ടമാക്കലും ദിക്റുകൾ കണക്കാക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കലും, ഇതൊക്കെ ചെയ്താലേ സുന്നിയാവൂ. ഏതാ ഹദീസ് പറയണം? ഏത് സ്വഹാബി ഉദ്ധരിച്ചു? ബുഖാരിയിലാണോ, മുസ്ലിമാണോ, തിർമിദിയാണോ, അബൂദാവൂദാണോ, ഇബ്നു മാജയാണോ, നസായിയാണോ, മുൻതഖയാണോ, ഏതിലാണോ, മിഷ്കാത്തിലാണോ ഒക്കെ പറയണം. എങ്കിലേ ഇനി രക്ഷയുള്ളൂ. വെറുതെ വായെന്ന് പറഞ്ഞു പോകരുത്. മറുപടിക്ക് മറുപടി, അതാണ് വേണ്ടത്. ഇനി കേട്ടോളൂ. മങ്കൂസ് മുതലായ വിരുദകൾ, ബദരിയത്ത്, ബെയ്ത്ത്, ബദർമാല, മുഹയ്യബ്ദീമാല, റിഫാഇമാല മുതലായ നേർച്ച ഫാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുക. ഏത് ഹദീസ? തെളിയിക്കണം. സുന്നത്തി ജമാഅത്ത് നിങ്ങളാണെങ്കിൽ ഇതൊക്കെ തെളിയിക്കണം. ഇനി ഞാൻ കുറച്ച് എണ്ണി പറയാൻ പോവുകയാണ്, കുറച്ചും കൂടി ഞാൻ എണ്ണി പറയാൻ പോവുകയാണ്. അതായത് ഒരു മൗലവി പ്രസംഗിച്ചു, എന്താണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനവും നമ്മളും തമ്മിൽ 350 വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രക്കും അവർ ബഹുദൂരം സുന്നത്ത് നിന്ന് അകന്നുപോയി. എവിടെയെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ മലപ്പുറത്ത് പ്രസംഗിച്ചതാ. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, 350 സുന്നത്തിന് അകന്നു പോയതല്ല, നിങ്ങൾ 350 ബിദഅത്ത് ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ അതിന് ഞാൻ ഇപ്പം ചോദിച്ചല്ല, ഓരോന്നിനും ഹദീസ് അവിടെ കൊണ്ടുവരണം. അപ്പോഴല്ലേ സ്വഹാബത്ത് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ, പ്രവാചകൻ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എണ്ണി പറയണം, വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഖുർആൻ പഠിച്ചാൽ പഴക്കുന്ന അർത്ഥത്തോടെ പറഞ്ഞു. ഖബർ കെട്ടിപ്പൊക്കുന്നുണ്ടല്ലോ, അവിടുത്തെ നിലവിളക്ക്, അവിടുത്തെ സുജൂദ്, അവിടുത്തെ തവാഫ്, ജാറം മൂടൽ, ഏത് ഹദീസിലുള്ളത് കൊണ്ടുവരണം. അതേപോലെ മരിച്ചടത്ത് യാസീൻ ഓതൽ, ഏത് സ്വഹീഹായ ഹദീസുണ്ട്? ഖദീജ മരിച്ചു, റസൂൽ യാസീൻ ഓതിയോ? ഹംസ മരിച്ചു റളിയല്ലാഹു അൻഹു, യാസീൻ ഓതിയോ? പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പല സ്വഹാബിമാരും മരിച്ചിട്ട് ആരുടെ ഖബറിനരികിൽ പ്രവാചകൻ യാസീൻ ഓതി? ഏത് സ്വഹാബി ഉദ്ധരിച്ചു? ആ ഹദീസ് ഇവിടെ കൊണ്ടുവരണം. ഏത് സ്വഹാബിയാണ് മറ്റുള്ള സ്വഹാബിമാരെ യാത്ര അയക്കുമ്പോൾ അൽ ഫാത്തിഹ വിളിച്ച് പൈസ വാങ്ങിയത്? തെളിയിക്കണം. ഏത് സ്വഹാബിയാണ് മറ്റുള്ള ആളുകളെ യാത്ര അയക്കുമ്പോൾ, ആരെങ്കിലും മരിച്ച വീട്ടിൽ പോയി സന്ദർശിക്കുമ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മറ്റും ഓതി ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഏത് സ്വഹാബി ഉദ്ധരിച്ചു? തെളിയിക്കണം. അടുത്തത്, മരിച്ച വീട്ടിൽ 3, 7, 14, 40 ആണ്ട് എന്നീ കാര്യങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തെളിവേതാണ്? ഹദീസ് ഏതാണ്? അടുത്തത്, മരിച്ച ആ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പണ്ട് കാലത്ത് കത്തപ്പുര കെട്ടി ഓതുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇന്ന് അത് ഇല്ലെങ്കിലും അതുകൊണ്ട് വിരോധമില്ല എന്ന് സമസ്ത മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ട്. ഏതാ ഹദീസ്? ഏത് സ്വഹാബിയുടെ തെളിവാണുള്ളത്? ആണ്ടു നേർച്ചകൾ, ഓരോ ഖബറിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടോട്ടി നേർച്ച, അതേപോലെ തന്നെ പൊന്നാനി നേർച്ച, പുത്തമ്പള്ളി നേർച്ച, അങ്ങനെ പല മഖാമുകളിലും നേർച്ചകൾ നടക്കാറുണ്ട്. ഏത് സ്വഹാബിയാണ് അല്ലെങ്കിൽ പ്രവാചകനും ഏത് സ്വഹാബിയുടേതാണ് ഖബറിന് സമീപത്ത് കെട്ടിപ്പോക്കിയും അവിടെ നേർച്ച ആഘോഷിച്ചത്? തെളിവ് കൊണ്ടുവരണം. മാക്കാന അലൈഹിൽ യൗമ, ഈ മാക്കാന അലൈഹി ചില്ലറന്നല്ല, അത് മുണ്ടമ്മടിയാ. മാക്കാന അലൈഹിൽ യൗമ അനമ സ്വഹാബി എന്നുള്ളത് പറയാൻ, അത് പറഞ്ഞ് നാവ് ചലിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല മക്കളെ. അത്രക്ക് ബഹുദൂരമാണ് ആ മാർഗത്തിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അടുത്തത്, ബുർദ മജ്ലിസുകൾ കൊണ്ടുവരണം. ഹദീസിൽ തെളിവ്, സ്വഹാബത്ത് ചെയ്തതിന് തെളിവ് കൊണ്ടുവരണം.
അല്ലേ? 100-ാം വാർഷികം, 400-ാം വാർഷികം, ഇസ്ലാം ദീന് 100 കൊല്ലമായിട്ട് വന്നിട്ടുള്ളൂ. സ്വലാത്ത് വാർഷികത്തിൻ്റെ 24-ാം വാർഷികം, 16-ാം വാർഷികം, സ്വലാത്ത് 16 കൊല്ലമായിട്ടുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? അന്ന് ഇല്ലാന്ന്. 1900 ശരിക്ക് കണക്ക് നോക്കിയാൽ ഞങ്ങളെക്കാട്ടിലും 3 വയസ്സ് കുറവാണ് നിങ്ങൾക്ക്. കണക്ക് നോക്കിയാൽ ഞങ്ങളെക്കാട്ടിലും 3 വയസ്സ് നിങ്ങൾക്ക് കുറവാ. കാരണം 1920-കളിൽ ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. അതിന്നാണ് മൗലൂദും ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞു പോയത്. കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു. നിങ്ങൾ അതേ പേരിൽ തെറ്റിപ്പിരിഞ്ഞു പോയി വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അന്ന് സർക്കാരിൻ്റെ തീരുമാനമാണ് അങ്ങനെ ഒരു പേരിൽ 2 സംഘടന പാടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? തുടക്കത്തിൽ വെച്ചു കൊടുത്തു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് 3 കൊല്ലം കഴിഞ്ഞിട്ടാ. ഞങ്ങളെക്കാളും 3 വയസ്സ് കുറവാ നിങ്ങൾക്ക് പേരിൽ. ആദർശത്തിലോ ഒരു ബന്ധമില്ല. അത് നിങ്ങൾ 1400 കൊല്ലം മുമ്പേക്കും പോകൂല, അതിൻ്റെ പകുതിക്കൽക്കും നിങ്ങൾ എത്തൂല. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മുട്ടും ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ. ഇനി